ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഡിറ്റോ ആണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, രാവിലെ എണീറ്റപ്പോൾ നല്ല വിശപ്പായതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും വാവയും ലൂക്കാച്ചൻ എണീറ്റ് വന്നിട്ടുണ്ട്. ലൂക്കാച്ചൻ എണീറ്റ് വന്നിട്ട് വാവയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാൻ പോയിരിക്കുകയാണ്. വാവയെ ഡ്യൂട്ടി കൊണ്ടുപോയിട്ട് ഇന്ന് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ലൂക്കാച്ചനും വേദൂസിന്റെ നൂലുകെട്ടിനും പേരൂരിനും പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. വാവയെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരു എഗ്ഗ് ദോശ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. എഗ്ഗ് ദോശ ലൂക്കാച്ചിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാനും ലൂക്കാച്ചിന് മുണ്ട് ഷർട്ടൊക്കെ കൊടുത്തിട്ടാണ് വേദൂസിന്റെ വീട്ടിലേക്ക് പോകാനിരിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിനാണ് കേട്ടോ ലൂക്കാച്ചൻ ആദ്യമായിട്ട് മുണ്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നാണ് മുണ്ടൊക്കെ കൊടുത്തിറങ്ങിയത്. നിങ്ങൾക്ക് ഈ മുണ്ട് ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ. ഈ വേദൂസ് ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ലേ? നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അക്ഷയുടെയും ദിയുടെയും വീട്ടിലാണ് കേട്ടോ. ഇവരുടെ കുഞ്ചെറുക്കനാണ് വേദാർത്ഥ്. അവനെ നമ്മൾ വേദൂസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ സെയിം അപ്പാർട്ട്മെന്റാണ് താമസിക്കുന്നതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വരാൻ എളുപ്പമായിരുന്നു കേട്ടോ. ഞങ്ങളാണ് ആദ്യം എത്തിയത്. കൂടെ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലൂക്കാച്ചിന് കളിക്കാനുള്ള കൂട്ടുകാരൊക്കെ എത്തിപ്പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എത്തിപ്പോയപ്പോഴേക്കും സംഭവമൊക്കെ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കമ്പനികളായ ഷഹവാസ് ബ്രോ, ഫെവിൻ ബ്രോ, അനീഷ് ബ്രോ, ജിതിൻ ബ്രോ എല്ലാവരും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് എത്തിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് പോയിരിക്കുകയാണ്. വേദൂസിനെ ആണെങ്കിൽ മുണ്ട് ഷർട്ടൊക്കെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിനും എല്ലാവരും ഇതൊക്കെ കണ്ടു നോക്കിക്കൊണ്ടിരിക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ആണുങ്ങളെല്ലാവരും മുണ്ടും ഷർട്ടും, പെണ്ണുങ്ങളൊക്കെ സാരി കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് എത്തിപ്പോയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ഗോപിയുടെ അമ്മയിൽ നിന്നും വേദൂസിന് അക്ഷയും ദിയയും കൂടെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നൂലുകെട്ടും പേര് ചൊല്ലലും വളയിടിയിലും മാലയിടിയിലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ഗോപിയാണെങ്കിൽ എല്ലാവർക്കും ലഡുവൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ജോയിൻ ബ്രോയും അഞ്ചു എത്തിപ്പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് സദ്യയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. 2026 T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ അഭിമാനമായ സഞ്ജു സാംസന്റെ അതിമനോഹരമായ കളികളും അതിന്റെ ആവേശം നിറഞ്ഞ ഒരു സദ്യ വിളമ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് പിള്ളേരാണെങ്കിൽ ചോറ് വിട്ട് കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്നല്ലേ, കറി വിളമ്പുന്നമാരൊക്കെ പാത്രവും കൈപ്പിടിച്ച് ടിവിയുടെ മുന്നിൽ നിന്ന് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവേശകരമായ മാച്ചിൽ ഇന്ത്യ കപ്പെടുത്തു കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞാൽ മാത്രം പോരല്ലോ, വയറും കൂടെ നിറയണ്ടേ. അതിനുവേണ്ടി ഞങ്ങൾ സദ്യ കഴിക്കുന്ന പരിപാടിയിലാണ്. അപ്പോഴാണ് ഓർത്തത് വാവേനെ ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സമയമായിരിക്കുകയാണ്. അങ്ങനെ വാവേൻ കൂടി വന്ന് അവളുടെ കൂടി ഇരുന്ന് ചോറിനാം എന്നാണ് എൻ്റെ തീരുമാനം. ഫെവിനും ലൂക്കാച്ചിനും വാവേയും ഞാൻ ഒഴികെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. അങ്ങനെ അതിമനോഹരമായ നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ ലൂക്കാച്ചിന് വേണ്ടി ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇന്നത്തെ ലഞ്ചും ഡിന്നറും എല്ലാം അക്ഷയുടെയും ദിയുടെയും വകയായിരുന്നു കേട്ടോ. എല്ലാം വളരെ നന്നായിരുന്നു കേട്ടോ. അങ്ങനെ അതിമനോഹരമായ ഒരു ദിവസം കൂടെ കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. മറക്കാണ്ട് എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടി കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.